പറയാനുള്ളത്? കിഷ്കിന്ധാകണ്ഠം ഒരു ഗംഭീര ഒരു സസ്പെൻസ് ത്രില്ലർ അങ്ങനെയാണ് പറയുന്നത്. അതായത് ക്ലൈമാക്സ് ടിസ്റ്റ് ഒന്നും നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് പടം കൊണ്ടുപോയത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അപർണ ബാലവന്റെയും അതേപോലെ തന്നെ ആശുപത്രിയുടെ കോമ്പൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇവരെ കോമ്പോനേക്കാളും കൂടുതൽ ഇതിൽ ജഡ്ജ് ചെയ്യുന്നത് വിജയരാഘവൻ്റെ റോളാണ്. പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തത്. അത് ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ഒരു ടിസ്റ്റിലേക്ക് ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പടമാണ് കിഷ്കിന്ധാകണ്ഠം. ഫസ്റ്റ് തിയേറ്റർ വാച്ചിട്ടൊന്നും നമുക്ക് പറയാം. ഈ സിനിമ കണ്ടവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫ് അലിയേക്കാളും കൂടുതൽ സ്കോർ ചെയ്താണ് വിജയരാഘവനാണ്. അതന്നെ ഞാനും പറഞ്ഞത്. കാരണം വിജയരാഘവന്റെ റോള് നല്ല ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പോൾ ഇതെന്താ ഒരു ഡ്രാമയാണോ ഇൻവെസ്റ്റിഗേഷനോ? ഞാൻ പറഞ്ഞില്ലേ സസ്പെൻസ് ത്രില്ലർ. സസ്പെൻസ് ത്രില്ലർ വേണമെങ്കിൽ അങ്ങനെ പറയാം. അതായത് ഒരു ത്രില്ലർ പടം പ്രേക്ഷകർക്ക് എല്ലാവരും ഏറ്റെടുക്കൂലേ ഈ ചിത്രം? ഏറ്റെടുക്കാൻ. കാരണം ഓണത്തിന് ഇനി ഇറങ്ങുന്ന പടങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞൂടാ. അപ്പോൾ ARM പോസിറ്റീവ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ കണ്ടത് ഒരു പടം മാത്രമാണ്. ബാക്കി പടങ്ങൾ കണ്ടിട്ടും. ഓക്കെ, താങ്ക്സ്.